ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ മതി. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങൾ ഈ കാണുന്നത് പോലെ നമ്മുടെ ഇരിക്കുന്നത് ഹോണ്ടയുടെ ഏറ്റവും പുതിയ SP125 ആണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. 2025 ഏറ്റവും പുതിയ അപ്ഡേഷനോടുകൂടി വന്ന ഒരുപാട് മാറ്റങ്ങളോടുകൂടി വന്ന ഈ ഒരു മോഡൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ വണ്ടി ഓടിച്ചു നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഗിയറിന് പ്രശ്നങ്ങളുണ്ടോ, ഗിയർ ഇടുമ്പോഴുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ, ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടാണോ ഹോണ്ട ഈ ഒരു വണ്ടി നമുക്ക് ഇന്ത്യയിൽ ഇപ്പം ഇറക്കിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു മൊത്തത്തിൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന ഇതുപോലുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നേരെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ റിവ്യൂയിലോട്ട് കിടക്കാം. നമുക്ക് ഈ വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ പ്രൈസിങ് ആണ്. ഏകദേശം 1,25,000 തൊട്ട് 1,30,000 രൂപ വരെയാണ് ഈ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള, അതായത് നമുക്ക് ഈ ഒരു ഏറ്റവും പുതിയൊരു അപ്ഡേഷനിൽ വന്ന് 2025 മോഡലായിട്ടുള്ള OBD 2B മോഡലായിട്ടുള്ള ഈ ഒരു വണ്ടി നമുക്ക് ഫുൾ ഫിറ്റിങ്സിൽ ഓൺ റോഡിൽ ഇറക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1,25,000 ടു 1,30,000 രൂപ. അതുകൂടാതെ ഇതിൽ നമുക്ക് ഞാൻ ഈ പറയുന്ന പോലെ മൊബൈൽ കണക്ടിവിറ്റി അടക്കം, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കം എല്ലാം കിട്ടുന്ന ഈ ഒരു ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. മൊബൈൽ സി പോർട്ട് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന പോലെ സി പോർട്ട് ചാർജർ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രീമിയം ഫീലുള്ള ഈ ഒരു സ്വിച്ചസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് LED ടെയിലൈറ്റും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ട്യൂബ്ലെസ് ടയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഈ ഒരു മോഡലിന് കിട്ടുന്നൊരു മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം 70 കിലോമീറ്റർ അടുപ്പിച്ച്, അതായത് 70 ടു 75 കിലോമീറ്റർ അടുപ്പിച്ച് മൈലേജും കാര്യങ്ങളെല്ലാം ഹോണ്ട ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഒരു കിടിലൻ വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ വാങ്ങിക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു SP125 എന്ന് പറയുന്നത്. അത് പറയാൻ കാരണം ഇത്രയും വിലയിൽ ഇത്രയും മൈലേജ് കിട്ടുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന എൻജിൻ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു ഹോണ്ട SP125 എന്ന് പറയുന്നത്. വേറെ ഒരു കമ്പനിക്കും നിലവിൽ ഇന്ത്യയിൽ ഈ ഒരു എൻജിൻ, അതായത് ഇത്രയും റിഫൈൻമെൻ്റ് ആയിട്ടുള്ളൊരു എൻജിൻ, ക്വാളിറ്റി ഉള്ള എൻജിൻ, അതുകൂടാതെ സർവീസ്, ഏറ്റവും കൂടുതൽ സർവീസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഹോണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സർവീസും കാര്യങ്ങളെല്ലാം തരുന്നു എന്നത് കൂടി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 1,25,000 ടു 1,30,000 രൂപയൊക്കെ ഉള്ളിൽ എടുക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് വണ്ടി തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു SP125 എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ ഇരിക്കുന്ന ഏറ്റവും പുതിയ SP125. അപ്പം ഏകദേശം 7 പരം മാറ്റങ്ങളാണ് ഈ ഒരു മോഡലിൽ ഹോണ്ട നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ മാറ്റം നമുക്ക് ഈ ഫ്രണ്ടിൽ നോക്കും കാണാൻ പറ്റുന്നത് ഈ ഒരു വൈസറിൻ്റെ ഫുൾ സെറ്റപ്പ് ഹോണ്ട മാറ്റിയിട്ടുണ്ട്. അതുകൂടാതെ പുതിയ ഗ്രാഫിക്സും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഇതിപ്പം ബ്ലാക്ക് വിത്ത് റെഡ് ഗ്രാഫിക്സ് വരുന്ന മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലായിട്ട് നമുക്കിപ്പം ആദ്യം ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു LED ലൈറ്റാണ്. ഈ കാണുന്നത് പോലെ ഫുള്ളി മാറ്റിയെടുത്ത്, അതായത് പഴയ SP125 നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ പറ്റും. ഫുള്ളി മാറ്റമായിട്ട് വന്നേക്കുന്ന ഒരു SP125 ഫ്രണ്ട് ഫുള്ള് മാറിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് താക്കോൽ ഓണാക്കാം. അതിലൊരു മാറ്റമാണ് നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേ. അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ഈ കാണുന്ന പോലെ കണ്ടില്ലേ, ഫുള്ളി LED ആക്കിയിട്ടുണ്ട്. ഇപ്പം അത് കാണാനും വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്കിപ്പം ഒരു DRL കാണുന്ന പോലെ ഒരു DRL കൊടുത്തിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെറിയൊരു സെറ്റപ്പിൽ താഴെയും കൊടുത്തിട്ടുണ്ട്, വലുതായിട്ട് ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. 2 സെറ്റപ്പിൽ DRL കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള LED ഹെഡ്ലൈറ്റ് ഇപ്പോൾ ഈ ഒരു SP125 ആണെന്ന് പറയാൻ പറ്റും. 2 സെക്ഷനായിട്ട് കൊടുത്തേക്കുന്ന ഡിമ്മും ബ്രൈറ്റ് സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് അത് വേറെ ലെവൽ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാറ്റഗറി നമുക്ക് നോക്കുമ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡയറക്റ്റ് കോമ്പിനേഷനായിട്ട് വരുന്നത് നമുക്ക് ഹീറോയുടെ എക്സ്ട്രീം 125 ആണ്. അതുകൂടാതെ ബജാജ് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയ N125 എന്ന് പറഞ്ഞ മോഡലാണ്. അതുകൂടാതെ നമുക്ക് ഹീറോയ്ക്കും വേറെ ഗ്ലാമർ അങ്ങനെയുള്ള 125 സ്കൂട്ടറുണ്ട്. പിന്നെ വരുന്നത് TVSൻ്റെ റൈഡറാണ്. അപ്പം ഇത്രയും വണ്ടികളാണ് ഇതിൻ്റെ ഡയറക്റ്റ് ഒരു കോമ്പിനേഷനായിട്ട് വരുന്നത്. അപ്പം നേരത്തെയുള്ള SP125 നിന്ന് എന്തായാലും മാറ്റം കൊണ്ടുവരണമായിരുന്നു. കാരണം അത്രയും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളിലും അവർ ആ വണ്ടിയെ കൊണ്ട സമയത്ത് SP125 എന്ന് പറഞ്ഞ ഒരു മോഡൽ ഹോണ്ടയുടെ പഴയ ടെക്നോളജി വെച്ചായിരുന്നു യൂസ് ചെയ്യുന്നത്. എങ്കിൽ ഈ ഒരു കോമ്പറ്റീഷൻ ഈ ഒരു ഫീൽഡിൽ പിടിച്ചിരിക്കണമെങ്കിൽ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് നമ്മുടെ ഹോണ്ടയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു TFT ഡിസ്പ്ലേ 4.2, അതായത് ഏകദേശം 5 ഇഞ്ച് അടുപ്പിച്ചുള്ള ഒരു TFT ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടുണ്ട്.
അതൊരു മാറ്റമാണ്. വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഹോണ്ടയുടെ വേറൊരു വാഹനങ്ങൾക്കും ബൈക്കിൽ SP160 കൊണ്ട് ഈ ഒരു SP125 ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിരിക്കുന്നത് ടോപ്പ് മോഡലിൽ. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം കണ്ടില്ലേ, ആ ഒരു ബാക്ക് വശം നേരത്തെ SP125 ഉള്ളവർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ബാക്കിലെ വശം ഫുള്ളായിട്ട് ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ വീലിൻ്റെ സൈസൊക്കെ സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് വരാം. ഡിസൈനിൻ്റെ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ഞാൻ കാണിക്കുന്നത്. ഈ ബാക്ക് വശം ഫുള്ളി ഒരു LED ആയിട്ടുള്ള ടെയിലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. SP160 നമ്മൾ ഏത് ടെയിലൈറ്റ് കണ്ടോ ആ സെയിം ടെയിലൈറ്റ് നമുക്കിപ്പം SP125 ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്ന ഹാലജൻ ബൾബ് തന്നെയാണ്. ആ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ ഹോണ്ട മാറ്റവും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു വരുമ്പോൾ അതാണ് ഏറ്റവും എടുത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഞാൻ ഈ വണ്ടി വെച്ചുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം. നിലവിൽ നമുക്ക് SP160 എന്ന് പറഞ്ഞ മോഡൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ എങ്ങും അത് പ്രൊഡക്ഷൻ വണ്ടി കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഫേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ യൂട്യൂബ് നോക്കി കാണാൻ പറ്റും. വണ്ടി എങ്ങും വണ്ടി വന്നിട്ടില്ല. എങ്കിലും അതിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ് ചെറുതായിട്ട് ഞാൻ പറയാം. ഈ സെയിം LED ഹെഡ്ലൈറ്റ്, ഈ ഒരു യൂണിറ്റ് സെയിം തന്നെയാണ് SP160 വന്നിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് മാറ്റമുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ ഇതും സെയിം തന്നെയാണ് SP160 കൊടുത്തിരിക്കുന്നത്. വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്തിരിക്കുന്ന ഒരു USB-C കണ്ടല്ലേ, USB-C പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് SP160 വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സെയിം ടെയിലൈറ്റ് തന്നെയാണ് SP160 വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ്റെ എലമെൻറ്റ് മാറുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിന് 160cc ഉള്ള എഞ്ചിന്, അതുപോലെ ഈ ടാങ്കിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ SP160 മാറ്റമുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു ഡിസൈൻ്റെ ആ ഒരു സ്റ്റൈല്, അതായത് SP125 നിന്ന് ആ സെയിം പേര് വെച്ച് SP160 ഇറക്കി യൂണിക്കോണിൻ്റെ എഞ്ചിൻ വെച്ചിട്ട് ഇപ്പോൾ നിലവിൽ ആ ഒരു സെയിം, അതായത് SP160 ഏറ്റവും പുതിയ ഡിസൈൻ വന്ന സമയത്ത് ആ സെയിം ഡിസൈൻ SP125 കൊണ്ടുവന്നു. SP160 സെയിം ടെയിലൈറ്റ് അത് SP125 കൊണ്ടുവന്നു. അപ്പം എന്താണ് ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഹോണ്ടയുടെ തന്നെ വണ്ടികളുടെ ഡിസൈൻ അത് അവരുടെ സെയിം പേര് വെച്ച് വരുന്ന ആ ഒരു ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹോണ്ട സെപ്പറേറ്റ് ചെയ്ത് ഓരോരോ വണ്ടികൾക്ക് കൊടുത്തു. അവരുടെ തന്നെ ഡിസൈൻ പല പല വണ്ടികൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്. ഏറ്റവും പുതിയ ലിവോ ലോഞ്ച് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ലിവോയിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് മുമ്പുള്ള SP125 സെയിം മീറ്ററാണ് നമുക്കിപ്പോൾ ലിവോയിൽ കിട്ടുന്നത്. അഡീഷണൽ ആയിട്ട് കിട്ടുന്നത് ലിവോയിൽ നേരത്തെ നമുക്ക് റിയൽ ടൈം മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഡിസ്റ്റൻസ് ടു MD ആവറേജ് മൈലേജ് ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്കിൽ ഇപ്പം നിലവിൽ ആ ഒരു കാര്യങ്ങളും ലിവോയിൽ ഈ SP125 മീറ്റർ കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. അപ്പം ഫ്രണ്ടിൽ നിന്നുള്ള ഡിസൈൻ പറഞ്ഞു പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഹാലജൻ ബൾബ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സ്വിച്ചസ് ഒക്കെ ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഈ കാണുന്ന പോലാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ. അതായത് SP160 നേരത്തെ കൊടുത്ത ആ സെയിം സെറ്റപ്പ് കണ്ടില്ലേ, ഹാലജൻ ബൾബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതും ഈ ആ ഡിസൈനൊക്കെ വളരെ മോഡേൺ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. പഴഞ്ഞ ഡിസൈനൊന്നും അല്ല നേരത്തെ വന്നിരുന്ന 125 കൊടുത്തിരുന്നത്. ആ ഒരു ഡിസൈൻ എലമെൻറ്റ് ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നോക്കേണ്ടത് ഇതിൻ്റെ വരുന്ന ഡിസ്ക് ബ്രേക്ക് വിത്ത് അലോയ് വീലാണ്. സിംഗിൾ ഡിസ്ക് ബ്രേക്കാണ് കിട്ടുന്നത്. ബാക്കിൽ ഡ്രം ബ്രേക്കാണ് കിട്ടുന്നത്. നമുക്ക് ഇതിന് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന SP125 കിട്ടിയ ആ സെയിം സെറ്റപ്പ് തന്നെയാണ്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ഫ്രണ്ടിലായിട്ട് സിംഗിൾ ഡിസ്ക് ബ്രേക്ക്. നമുക്ക് 125cc കാറ്റഗറിയിൽ ഇപ്പോൾ നിലവിൽ ABS നിർബന്ധമല്ലാത്തത് കൊണ്ട് തന്നെ ഹോണ്ട ഇതിൽ ABS കൊണ്ടുവന്നിട്ടില്ല. നോൺ ABS വേഷനാണ് നമുക്ക് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അലോയിലേ കണ്ടില്ലേ, സ്പ്ലിറ്റ് ആയിട്ടുള്ള ഡിസൈനൊക്കെ വളരെ സ്മൂത്ത് നൈസായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ടയർസ് നോക്കിക്കഴിഞ്ഞാൽ 80, 100, 18 ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. കമ്പനി വന്നിരിക്കുന്നത് MRF ടയർ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലുള്ള ഡിസൈൻ ആ ഒരു രൂപത്തിൽ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രാഫിക്സ്, ഏറ്റവും പുതിയ ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ടൈപ്പിൽ റെഡ്, ബ്ലാക്ക്, ഗ്രേ കോമ്പിനേഷനിലാണ് ഗ്രാഫിക്സ് വരുന്നത്. നമുക്കിതിൻ്റെ കളർ വേരിയൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫുൾ കളർ നമുക്ക് അടുത്ത് വെച്ച് കാണിക്കാം. ഇതിന് ഗ്രീൻ വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, PS ബ്ലൂ വണ്ടി വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്. പിന്നെ ഇത് ഈ ബ്ലാക്കിൽ റെഡിൽ വരുന്ന ഈ ഒരു കോമ്പിനേഷൻ. നമുക്ക് ഈ ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുണ്ടല്ലേ, ഈ ഒരു എഞ്ചിൻ്റെ കൗൾ പീസിൽ നിന്ന് ഈ ഗ്രാഫിക്സ് തുടങ്ങി നമുക്ക് നേരെ ടാങ്കിൽ ഫുൾ കവർ ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് വന്ന് ഈ ഒരു കൗൾ പീസിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ഇവിടെ SP125 എഴുതിയേക്കുന്ന ബാഡ്ജിയും കാര്യങ്ങളും കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്രാഫിക്സ് കണ്ടിന്യൂ ചെയ്ത് ബാക്കിലത്തെ കൗൾ പീസിൽ കൂടെ വന്ന് ഇവിടെ എൻഡ് ചെയ്യുന്നു. അപ്പം ഒരു കണ്ടില്ലേ, ഈ ടൈപ്പാണ് ഇതിൻ്റെ ഒരു ഗ്രാഫിക്സിൻ്റെ പുതിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ടാങ്കയിലായിട്ട് ആ ഹോണ്ട എന്നുള്ള കുഞ്ഞ് 3D എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു. അതൊക്കെ നൈസായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹോണ്ട കാണാനൊക്കെ വളരെ നൈസ് തന്നെയാണ്. ഫ്രണ്ടിലായിട്ട് നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു.
നേരെ നമുക്ക് ഈ സൈഡിൽ നോക്കിയാലും ആ സെയിം തന്നെയാണ്, ടാങ്കിൽ നിന്ന് തുടങ്ങി ബാക്ക് വരെ പോയിരിക്കുന്ന ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് വരുന്നത് ഒരു 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. സൈലൻസറിൽ നമുക്ക് ഇൻബിൽറ്റ് സെൻസറും കാര്യങ്ങളെല്ലാം ഹോണ്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ സെയിം പഴയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുഷ്യനായിട്ടുണ്ട്. രണ്ടും പില്ലിനായാലും ഓടിക്കുന്നവർക്കായാലും അത്യാവശ്യം നല്ല കുഷ്യനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ. സിംഗിൾ ഒരു സീറ്റാണ് കാണുന്നത്. ഇത് പുതിയ വണ്ടിയാണ്. ഇപ്പോൾ കാണുന്നത് ജസ്റ്റ് ഒരു ചുളുക്കവും കാര്യങ്ങളൊക്കെ ഇതിൽ ഇപ്പോൾ തന്നെ വീണിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു സീറ്റ് കവറൊക്കെ ഇട്ട് നമുക്ക് വൃത്തിയായിട്ട് കൊണ്ടു നടക്കാവുന്നതാണ്. 12 ലിറ്ററിൻ്റെ ടാങ്ക് കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നു. അതും മെറ്റൽ ടാങ്കാണ് വരുന്നത്. അതുപോലെ ടാങ്കിന് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി, എയറോഡൈനാമിക് ഡിസൈൻ കൂട്ടാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു കോൾ പീസും കാര്യങ്ങളെല്ലാം ഹോണ്ട സെറ്റ് ചെയ്ത്, അത് SP 125 പഴയതിൽ ഈ ഒരു ടൈപ്പ് തന്നെയാണ് കൊണ്ടുവരിക. പിന്നെ പല ഭാഗങ്ങളിലും നമുക്ക് ഇതുപോലെ കാർബൺ ഫൈബർ ഫിനിഷ് പല ഭാഗങ്ങളിലായിട്ടും കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നേരെ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം, സ്വിച്ചസിൻ്റെ ഭാഗം, മീറ്റർ, ഹാൻഡിൽ ബാർ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സിൽവർ കളർ മാറിയപ്പം ആ ഒരു ഗ്രേ ഫിനിഷിൽ വരുന്ന ഹാൻഡിൽ ബാർ, ഈ ബ്രിഡ്ജായാലും ആ ഒരു ഗ്രേ കളർ തന്നെ കൊടുത്തിരിക്കുന്നു. നേരെ നമുക്ക് ഈ സൈഡിൽ വരുമ്പം സ്വിച്ചിൽ ഓവറോൾ ക്വാളിറ്റി ആയാലും ആ ഒരു ഫീലായാലും എല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. പ്രീമിയം ഫീലാണ്. നമുക്ക് ഈ സൈഡിലായിട്ട് ഡിമ്മ്, ബ്രൈറ്റ്, ഡിമ്മ്, പാസ് ലൈറ്റ് വരുന്നുണ്ട്. ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മീറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് കൊടുത്തിരിക്കുന്നു. അതും പ്രീമിയം ഫീല്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഫീഡ്ബാക്കൊക്കെ നമുക്ക് അടിപൊളി കിട്ടുന്നുണ്ട്. താഴെ ഇൻഡിക്കേറ്റർ ഇപ്പോൾ കാണുന്ന പോലെ കണ്ടല്ലേ, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, ഹോണിൻ്റെ സ്വിച്ച്. ഒരു സിംഗിൾ ഹോണാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാതിലൊക്കെ അത്യാവശ്യം തുളച്ച് കയറുന്ന രീതിയിലുള്ള ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ടയിൽ ഈ ഒരു ഹോണിൽ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലച്ച് ലിവറിൻ്റെ ഭാഗത്ത് ഒരു അഡീഷണൽ ഒരു സാധനം കൂടെ കാണാൻ പറ്റും. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ് ഇതിനുള്ളിൽ കൊടുത്തേക്കെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇതിൻ്റെ ടെക്നിക്കൽ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇതിൽ ആദ്യമായിട്ട് ഈ ഹോണ്ടയുടെ വണ്ടിയിൽ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതായത് ഓട്ടോമാറ്റിക് എഞ്ചിൻ ഓഫ് ആകുന്ന ആ ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു സെൻസർ ഈ ഒരു ഇവിടെയാണ് വന്നിരിക്കുന്നത്. കാരണം ഇതൊരു ഗിയറിൽ പോകുമ്പോഴും ക്ലച്ച് പിടിച്ചിട്ട് വണ്ടി ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാകുന്ന ആ ഒരു ടെക്നോളജി, അതായത് ആക്സിലേറ്റർ ക്ലച്ച് പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുത്താൽ സ്റ്റാർട്ടാകുന്ന ടെക്നോളജി, അതിൻ്റെ ഒരു സ്വിച്ച്, ബ്രേക്ക് സ്വിച്ചാണ്, അല്ല ക്ലച്ചിൻ്റെ സ്വിച്ചാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ടെക്നോളജിയുടെ സ്വിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഇതൊരു കവർ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് സെൽഫിൻ്റെ സ്വിച്ച്, സെൽഫിൽ ഇൻഡിക്കേറ്റർ ചെയ്തിരിക്കുന്ന, അതായത് ഒന്നിച്ച് വന്നിരിക്കുന്ന ആ ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ സ്വിച്ച്. ഇതിൽ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റം സെൽഫ് അടിക്കാനും ആ ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യാനും, പിന്നെ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം ഓഫ് ചെയ്യാനുമുള്ള സ്വിച്ചാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയാണ് എ എന്ന് എഴുതിയിട്ട് ഓഫ് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സ്വിച്ച്. അതാണ് സ്വിച്ചിൻ്റെ കാര്യത്തിൽ വന്നേക്കുന്ന ഏറ്റവും വലിയൊരു അപ്ഡേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച്. ഇനി നേരെ നമുക്ക് മീറ്റർ ഓണാക്കാം. ഏകദേശം 5 ഇഞ്ച് TFT ഡിസ്പ്ലേ. ഞാൻ ഇതിന് മുമ്പ് ആക്റ്റീവ് 125ൻ്റെ റിവ്യൂയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. ആ സെയിം ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് റിയൽ ടൈം മൈലേജ്, ആവറേജ് മൈലേജ്, ഡിസ്റ്റൻസ് ടു MT, അതുകൂടാതെ നമുക്ക് ലൈവ് മൈലേജിൻ്റെ ചെറിയൊരു ഗ്രാഫിക്സ്, ഫ്യൂവലിൻ്റെ വാണിംഗ്, ടൈം, പിന്നെ അഡീഷണൽ വന്നിരിക്കുന്ന ഗിയറിൻ്റെ പൊസിഷൻ കണ്ടില്ലേ, ഗിയർ പൊസിഷൻ അറിയാൻ പറ്റും, സൈഡ് സ്റ്റാൻഡ് വാണിംഗ്, RPM, എക്കോ ഇൻഡിക്കേഷൻ. പിന്നെ നമുക്കിവിടെ ഇത് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്ന ഒരു സെക്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് സൈലൻ്റ് ആക്കാനും, അതായത് മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ സൈലൻ്റ് ആക്കാനും അങ്ങനെ സിസ്റ്റം. അത് കൺട്രോൾ ചെയ്യുന്നത് ഈ സ്വിച്ച് വഴിയാണ്. ജസ്റ്റ് വൈഡ് ആംഗിൾ ഇട്ടിട്ട് ഇപ്പം നമ്മൾ റൈറ്റിലോട്ട് പ്രസ് ചെയ്യുവാണെങ്കിലും ഫ്യൂവലിൻ്റെ ഒരു ഓപ്ഷൻ വരും. ഒന്നുകൂടെ റൈറ്റിലോട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫ്യൂവല്, താഴെ റേഞ്ച്. ഇപ്പം നമ്മൾ ഈ ഫ്യൂവലെ കിടക്കുന്നതാണ് ഈ സൈഡിൽ ഫ്യൂവലിൻ്റെ ഒരു വാണിംഗ് കാണുന്നതാണ്. നമുക്ക് നേരെ താപ്പോട്ടിട്ടാൽ ഇവിടെ റേഞ്ച് എന്നൊരു ഓപ്ഷൻ വരും. നമ്മൾ ഈ ടാങ്കിനകത്ത് അടിക്കുന്ന പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഇൻഡിക്കേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരെ നമുക്ക് ബാക്ക് അടിച്ച് താപ്പോട്ടുള്ള സ്വിച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ കിലോമീറ്റർ, അതായത് നമുക്ക് ട്രിപ്പ് എയും ബിയും റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതായത് താഴെ കണ്ടില്ല ട്രിപ്പ് റീസെറ്റ് എന്നെഴുതിയേക്കുന്നത്, ട്രിപ്പ് എയും ബിയും നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് ഒരു തവണ താപ്പോട്ട് പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ്. ഈ സെറ്റിങ്സിലാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഈ വണ്ടിയുടെ എല്ലാം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അടക്കമുള്ള എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ വരുന്നത്. നമുക്കിതിൽ ഇട്ടു ഒന്നുകൂടെ വലത്തോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ എന്തൊക്കെ ട്രിപ്പ് എയുടെ ഓട്ടോ റീസെറ്റ് വേണോ, എക്കോ ഇൻഡിക്കേറ്റർ വേണോ എന്നുള്ളത്. അതേപോലെ ബാക്ക് അടിച്ചിട്ട് താപ്പോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേ എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ഡിസ്പ്ലേ ടൈപ്പ്, അത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഓട്ടോയിലൂടെ മാനുവലിലൂടെ. ഇപ്പോൾ ഓട്ടോയിലാണ് കിടക്കുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേയുടെ തീം ഡാർക്ക് വേണോ ലൈറ്റ് വേണോ, അതായത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സംഭവം കണ്ടല്ലേ, ഇത് നമ്മളിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് ഡാർക്കിലോട്ട് കൺവേർഷൻ ആവും. നമ്മൾ ഈ കാണുന്ന പോലെ പതുക്കെ അത് ഡാർക്കിലോട്ട് കൺവേർഷൻ ആവും.
ഇപ്പം നല്ല രീതിയിൽ വെട്ടം വരാതിരിക്കുകയാണെങ്കിൽ ഇത് ഫുൾ ഡാർക്ക് ആവും. ഈ ഇപ്പം ഡാർക്കിൽ എഴുതിയേക്കുന്ന ആ ഒരു ലെറ്റേഴ്സൊക്കെ വൈറ്റിലും വരും. നമ്മളിതൊന്ന് കയ്യിലെടുത്ത് ആ ഒരു ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക് കൂടുന്നതുമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ടെക്നോളജി. നമ്മളൊന്നുകൂടെ ബാക്ക് എടുത്ത് ഫേവറേറ്റ് ഇൻഫർമേഷനകത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു മീറ്ററിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും, അത് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കിലോമീറ്റർ സെറ്റ് ചെയ്യാം, ഇൻസ്റ്റൻറ്റ് മൈലേജ് സെറ്റ് ചെയ്യാം, ട്രിപ്പ് എ സെറ്റ് ചെയ്യാം, ട്രിപ്പ് എയുടെ ഇൻസ്റ്റൻറ്റ് മൈലേജ് സെറ്റ് ചെയ്യാം, ട്രിപ്പ് എയുടെ ആവറേജ് മൈലേജ്, അത് ട്രിപ്പ് ബി എ, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. പിന്നെ ട്രിപ്പ് ബിയുടെ ആവറേജ് സ്പീഡ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്ത് അറിയാൻ പറ്റുന്നതാണ്. നമുക്ക് ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് വന്നാൽ ജനറൽ എന്നൊരു ഓപ്ഷൻ വരും. അതിനകത്ത് ഡേറ്റ്, ടൈം, യൂണിറ്റ്. ഡേറ്റ് ടൈം എന്ന് അറിയാമല്ലോ, നമുക്ക് നോർമലിൽ നമുക്കിങ്ങനെ ഡേറ്റ് സമയം സെറ്റ് ചെയ്യാം. ബൈക്ക് അടിച്ച് കഴിഞ്ഞാൽ യൂണിറ്റ്, കിലോമീറ്റർ പെർ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പിന്നെ റീസ്റ്റോർ സെറ്റിങ്. പിന്നെ അടുത്തതായിട്ടാണ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ ആ ഒരു ഓപ്ഷൻ വരുന്നത്. അത് നമുക്ക് ജസ്റ്റ് ലാസ്റ്റ് കാണിക്കാം. പിന്നെ അടുത്തത് സർവീസ് എന്നുള്ള ഓപ്ഷനാണ്. അതിൽ പ്രസ് ചെയ്താൽ മെയിൻ്റനൻസിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസ്, ഓയിൽ ചേഞ്ച്, വാർണിംഗ് ഇൻഫർമേഷന്, ബാറ്ററി വോൾട്ടേജ് അറിയാൻ പറ്റുന്നുണ്ട്, താഴെ സിസ്റ്റം ഇൻഫർമേഷൻ. ഇത്രയുമാണ് ഈ ഒരു മീറ്ററിൻ്റെ നോർമൽ ആയിട്ടുള്ള സെറ്റിങ്സിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അത് ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ബ്ലൂടൂത്ത് ഇതിലിട്ടിട്ട് റൈറ്റ് സൈഡിലോട്ട് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ബ്ലൂടൂത്ത് പെയറിംഗ് എന്നുള്ള ആ ഒരു സംഭവം വരും. ഇതിൽ നമ്മൾ സിംഗിൾ ആരോ കാണിക്കുന്നത് ബാക്ക് അടിക്കുന്നത്, ഡബിൾ ആരോ കാണിക്കുന്നത് ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ പ്രോസസ്സിംഗ് എന്നുള്ള ഓപ്ഷൻ വരും. അതായത് ഈ ബ്ലൂടൂത്ത് ഓണും ഓഫ് ചെയ്യാനുള്ള സെറ്റപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മൊബൈലിൽ നമുക്ക് ഹോണ്ടയുടെ തന്നെ റോഡ് സിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്കിത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് ഈ രീതിയിൽ നമുക്ക് മൊബൈലിൽ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഞാൻ ഒന്ന് കാണിക്കാം. നമ്മൾ പ്ലേ സ്റ്റോർ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ സെർച്ചിൽ പോയിട്ട് ഹോണ്ട റോഡ് സിങ്ക് എന്നുള്ള ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഏറ്റവും ഫ്രണ്ടിൽ വരുന്നതാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇത് ഓപ്പണായി. ഇപ്പോൾ ഓൾറെഡി പ്രോസസ്സിങ് കിടപ്പുണ്ട്. ഇത് ഓപ്പണായി. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാർണിംഗ് ഇൻഫർമേഷൻ അത് ടിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. വീണ്ടും ഒരെണ്ണം വരുന്നു, അതും ടിക്ക് ചെയ്ത് അടിക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ഫുള്ള് ടിക്ക് ഇടുക, നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് സൈനിങ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. നമ്മൾ ഏത് ഗൂഗിളിലാണെങ്കിൽ അത് വെച്ച് സൈൻ ഇൻ ചെയ്യുക. അപ്പം എൻ്റെ 2 അക്കൗണ്ട് ഉണ്ട്, അതിൽ ഒന്ന് വെച്ച് ഞാൻ ഇത് സൈൻ ഇൻ ചെയ്തു. ഓക്കെ, ഇങ്ങനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഇതിൽ കുറേ അധികം ഓപ്ഷൻ വന്നു. നാവിഗേഷന്, കോള്, മ്യൂസിക്, വെതർ, പിന്നെ മെസ്സേജ്, അതായത് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് അത്. പിന്നെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. വൈൽ യൂസിങ് ദിസ് ആപ്പ് ആ കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കുക. അലോ ഓൾ ടൈം എന്നുള്ളതിൽ ഗോ ടു സെറ്റിങ്സിൽ പോയിട്ട് ഇതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടിക്കുക. ഓക്കെ ഷുവർ കൊടുക്കുക. നെക്സ്റ്റ് അങ്ങനെയുള്ള എല്ലാ പെർമിഷനും നമ്മൾ ഇതിൽ അലോ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ കാണുന്ന പോലെ നമുക്ക് വേണ്ട കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഇതിനകത്തിൽ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്പോട്ടിഫൈ വേണമെങ്കിൽ നമുക്ക് അതും ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഇതെല്ലാം അലോ കൊടുത്ത് കയറി കഴിയുമ്പോഴാണ് നമുക്ക് ഒരു സെക്ഷൻ വരുന്നത്. നമ്മൾ ഏത് വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇതിൽ കുറേ അധികം വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആക്ടിവ 125 കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോർമലി ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വാഹനങ്ങൾ നോക്കാം. ആക്ടിവ 125, പിന്നെ അതുപോലെ CB 350 അങ്ങനെയുള്ള വണ്ടികൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ SP 125 കണ്ടില്ലേ, ഈ സൈഡിൽ SP 125 കൊടുത്തിട്ടുണ്ട്, SP 160 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 വണ്ടിയാണ് നമുക്ക് നോർമലിൽ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വണ്ടികൾ. നമുക്ക് എന്നിട്ട് ഇതിൽ SP 125 എന്ന ഓപ്ഷൻ കൊടുത്ത് നെക്സ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കുകയാണ്. കണ്ടില്ലേ, 10 ഓൺ ബ്ലൂടൂത്ത്, അലോ കൊടുക്കുന്നു, റൈറ്റ് പ്രസ് ചെയ്ത് യൂട്യൂബ് പെയറിംഗ് എന്നുള്ളത് പ്രോസസ്സിങ് കൊടുക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മളിതിൽ ലൊക്കേഷൻ ഓണാക്കാൻ പറയുന്നു. നമ്മൾ ലൊക്കേഷനോടെ അലോ ചെയ്ത് കൊടുക്കുന്നു. സ്റ്റാർട്ട് പെയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഹോണ്ട കണ്ടില്ലേ ഈ ഒരു സെറ്റപ്പ് വരുന്നു. അതിൽ നമ്മൾ ഇത് പെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പെയർ ചെയ്തപ്പം നമ്മുടെ വണ്ടിയുമായിട്ടുള്ളത് ഇത് കണക്റ്റായി. നെക്സ്റ്റ് അടിച്ചു നോട്ടിഫിക്കേഷനും കാര്യങ്ങളെല്ലാം അലോ ചെയ്ത് നെക്സ്റ്റ് അടിച്ച് അങ്ങനെ ഇതിൽ ഒരു ട്രയൽ യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്കിത് അറിയാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ പഠിക്കാം. അതന്നെ, എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. ആപ്ലിക്കേഷൻ ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടില്ലേ, ഇതിൽ ഫിനിഷ്ഡ് എന്ന് എഴുതി ഇത് നമുക്കിതിൽ കണക്റ്റ് ആവുകയും ചെയ്തു. ജസ്റ്റ് ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഒരു സെറ്റപ്പും കണ്ടില്ലേ. അപ്പോൾ ഒരു ചെറിയൊരു ഇതൊക്കെ വന്നു. ഇതിൽ നമുക്ക് കണ്ടില്ലേ
നാവിഗേഷന്, കോള്, മെസ്സേജ്, മ്യൂസിക്, വോളിയം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ ഇപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഫുള്ള് ബാക്ക് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടില്ലേ നാവിഗേഷൻ്റെ ഒരു സിമ്പിൾ കൊടുത്തിരിക്കുന്നു. അതിലും നമുക്ക് നാവിഗേഷൻ ഈ സ്വിച്ച് വഴി കൺട്രോൾ ചെയ്താൽ താപ്പോട്ട് പ്രസ് ചെയ്താൽ കോളിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് മൊബൈലിൽ ഇങ്ങനെ പലതും അറിയാൻ പറ്റും. അടുത്ത് കഴിഞ്ഞ് മ്യൂസിക്. അപ്പം നമുക്ക് ഇനി മ്യൂസിക് പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റിലോട്ട് പ്രസ് ചെയ്യുക. സ്പോട്ടിഫൈ ലോഡായി. നമുക്ക് ഇഷ്ടമുള്ള പാട്ട് നമുക്ക് ഇനി ഇന്നത്തിൽ സെലക്ട് ചെയ്ത് നമുക്ക് വൈൽ റണ്ണിങ്ങിൽ ഇപ്പം ഇങ്ങനെ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് റിട്ടേൺ മെനു കൊടുക്കുക. അപ്പം മെയിൻ മെനുവിൽ വന്നു. ഇനി നമുക്ക് മ്യൂസിക്, മെസ്സേജ് ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു. നമുക്കിനി ജസ്റ്റ് കോളിൻ്റെ ഓപ്ഷന് നമുക്ക് വോയിസ് സെർച്ച് വെച്ചിട്ട് നമുക്ക് ആരെങ്കിലും വിളിക്കണമെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ വണ്ടി വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യുക. നാവിഗേഷൻ നമ്മൾ റൈറ്റ് പ്രസ് സെർച്ച് ചെയ്യുക. നമുക്ക് പത്തനംതിട്ട ഇപ്പൊ നമ്മൾ പത്തനംതിട്ടയെന്ന് ഇതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. സെർച്ച് കഴിഞ്ഞ് ലോഡ് ആവുന്നുണ്ട്. അത് കഴിയുമ്പോൾ കണ്ടില്ലേ അപ്പം ഇങ്ങനൊരു സെറ്റപ്പ് വന്നു. അതായത് ഞാൻ ജസ്റ്റ് ഇനി വണ്ടി ഓടിച്ച് നമുക്ക് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളോട് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനൊരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, അതായത് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ മൊബൈലും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നു. ഇനി ജസ്റ്റിൻ്റെ പോക്കറ്റ് ഇട്ടിരുന്നാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം നെറ്റ് ഓട്ടോമാറ്റിക് കണക്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡീറ്റെയിൽസ് ഇതിൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മീറ്ററിൻ്റെ ഭാഗത്തുള്ള മാറ്റങ്ങൾ. പിന്നെ ഈ വന്നിരിക്കുന്ന ഞാൻ ഈ പറയുന്ന ബാക്കിലത്തെ ടെയിലൈറ്റ്, LED കാര്യങ്ങളൊക്കെ. ബാക്കിലെ വീൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞൻ വീലൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എങ്കിലും നമുക്ക് ആ വീലിന് ഒരു വീതി തോന്നിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു സെറ്റപ്പ്, അതായത് നമുക്ക് റേഡിയൽ ടയറൊക്കെ വരുന്ന മാതിരിയുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. MRFൻ്റെ ടയറാണെന്ന് ഞാൻ പറഞ്ഞു. ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്ന ടയറിൻ്റെ സൈസ് 100, 80, 18 ടയറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അലോയ്സ് നോക്കിക്കഴിഞ്ഞാലും ഫ്രണ്ടിൽ കൊടുത്ത സെയിം തന്നെയാണ്. സൈലൻസറൊക്കെ ആ സെയിം തന്നെയാണ് സൈലൻസർ വന്നിരുന്നത്. പിന്നെ നമുക്ക് ഈ BS6ൻ്റെ OBD2B മോഡൽ എന്ന് പറയുമ്പോൾ ഒരു അപ്ഡേഷൻ എന്തായാലും വന്നിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഒരു അപ്ഡേഷൻ എന്താണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ ഈ കണ്ടോ, ഈ ഒരു സൈലൻസർ നമുക്ക് പഴയ വണ്ടികളുള്ളപ്പോൾ നോക്കി അറിയാം. ഈ സൈലൻസർ ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ സൈലൻസറിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു പുതിയൊരു സംഭവം നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരു സെൻസർ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന OBD2B വേരിയൻറ്റിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ. അത് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള ഒരു മോഡൽ. അപ്പോൾ ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത്. പിന്നെ E20 പെട്രോളൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന മോഡലോടാണ് നമ്മുടെ ഒരു SP125 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ SP160യിലും ഈ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ കാണിച്ച സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓടിക്കുന്ന സമയത്ത് ആ നാവിഗേഷൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ആരോഗ്യം കാര്യങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ എല്ലാം വോയിസ് നമുക്ക് നമ്മുടെ മൊബൈൽ പോക്കറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ലൈവായിട്ട് കേൾക്കാനും പറ്റുന്നതാണ്. പിന്നെ ചെയിൻ കവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കാണ്. ബാക്കിൽ ചവിട്ടിയിരിക്കാനുള്ള ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഫുഡ് റെസ്റ്റ് ഉണ്ട്. അതും ബാക്കിലിരിക്കുന്നതൊക്കെ മടക്കി വെക്കാൻ പറ്റുന്നതാണ്. ഫ്രണ്ടിലായിട്ടായാലും അത് മടക്കി വെക്കാൻ പറ്റില്ല, നേരെ തന്നെയുള്ളതാണ്. 5 സ്പീഡ് ഗിയർ ബോക്സ്, ബാക്കിലോട്ടുള്ള ആ ഒരു പെഡലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു സെറ്റപ്പ് എല്ലാം ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മീറ്റർ ഓഫ് ആക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂവും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വന്നിരിക്കുന്ന മാറ്റം. ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ ഹോണ്ട പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേഷൻസ്, മാറ്റം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഈ വണ്ടി ഓടിച്ചപ്പോൾ കിട്ടിയ ഫീലൂടെ നമ്മൾ ഈ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. എന്താ നമ്മുടെ കയ്യിലൊരു വണ്ടി ഇരിക്കുന്നത് ഹോണ്ടയുടെ വണ്ടി തന്നെയാണോ എന്നൊരു ചെറിയൊരു സംശയം ഇപ്പോൾ 2025 നമുക്ക് തോന്നും. കാരണം ഇത്രയൊരു അപ്ഡേഷൻ നമ്മൾ ഹോണ്ടയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഇത്രയും വലിയൊരു അപ്ഡേഷനാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ അതും ഒരു 125cc ബൈക്കിൽ ഈ ഒരു അപ്ഡേഷൻ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എന്തായാലും അവരത് കൊണ്ടുവന്നു. വലിയൊരു TFT ഡിസ്പ്ലേ തന്നെ നമുക്കിപ്പോൾ തന്നിട്ടുണ്ട്. അതുകൂടാതെ വണ്ടി ഓടിക്കാനുള്ള ആ ഒരു സെറ്റപ്പ്, വണ്ടി ഓടിക്കാൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. കാരണം OBD2B വേരിയൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ഈ വണ്ടിയിൽ ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. ഷോക്കിൻ്റെ പെർഫോമൻസ് ഒക്കെ ഇത്രയും കട്ടുള്ള റോഡ് കൂടെ ഓടിക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു വിറയിൽ നമുക്കറിയുന്നില്ല. കാരണം വൈബ്രേഷൻ ഫ്രീ എഞ്ചിനോടാണ്, നല്ല വൈബ്രേഷൻ ഫ്രീ ഉണ്ട്. പഴയ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലുള്ള ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്ത് കട്ടിലൊക്കെ ചാടുന്ന സമയത്ത് വണ്ടി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ
ടക്ക് 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 എന്നുള്ള ആ ഒരു ഫീൽ, ആ ഒരു സംസാരിക്കുന്ന ഒരു വേറെ വൈബ്രേഷൻ നമുക്ക് അറിയുമായിരുന്നു. ഇപ്പം ഈ ഒരു മോഡലിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് മാറ്റുന്നുണ്ട്. എങ്കിലും എനിക്ക് ഫീൽ ചെയ്തിട്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഗിയർ ഫോഴ്സ് വീണായിരുന്നു. ഇതേ വണ്ടിയാണ് ഇത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഗിയർ ഇൻഡിക്കേഷൻ പൊസിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ആദ്യമായിട്ട് ഹോണ്ടയുടെ ഒരു വണ്ടിയിൽ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റം കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നോളജി, അതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പം 4th ഗിയർ, 5th ഗിയർ, 5 ഗിയറാണ് ഈ വണ്ടിക്ക് ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് നോക്കാം. വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല കംഫർട്ടാണ് ഇപ്പോൾ ഓടിക്കാൻ. ഹാൻഡിലിംഗ് ആയാലും ഭയങ്കര വൈഡായിട്ടുള്ളൊരു ഹാൻഡിലാണ് ഈ ഒരു വണ്ടിയിൽ ഹോണ്ട കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ഇവിടുത്തെ കൊണ്ട് നിർത്തി ന്യൂട്രൽ വണ്ടി നിർത്തി ക്ലച്ച് ഒന്ന് വിട്ടു. നമുക്ക് നോക്കാം എങ്ങനെ അതിൻ്റെ ഒരു സിസ്റ്റം വരുന്ന. വണ്ടി ഓഫായിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ ആ ഒരു വാണിങ് നമുക്കിനകത്ത് കത്തി. ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്താൽ മതി, വണ്ടി സ്റ്റാർട്ടായി. ഞാൻ നമുക്ക് ഒരു പുതിയ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ക്ലച്ചൂടെ പിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ഒരു തവണയും കൂടെ. ന്യൂട്രൽ ഗിയറില്ല എന്നുള്ള ആ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് വീണ്ടും എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതിനകത്തിലും ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് ഹോണ്ട ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് വണ്ടി നിർത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഹോണ്ടയുടെ ഒരു വാഹനത്തിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്കൊരു 120cc ബൈക്കിൽ കിട്ടുന്നത്. നമുക്ക് ഹോണ്ടയുടെ ആക്റ്റീവ് ആയി പോലും, അത് ആക്റ്റീവ് 125 ആയി പോലും നമുക്ക് നിലവിൽ സ്മാർട്ട് മോഡലിലാണ് ഇതിൻ്റെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് നല്ല രീതിയിൽ ഗിയർ ഫോഴ്സിലോട്ട് വീഴുന്നുണ്ട്. എന്തായാലും ജസ്റ്റ് ഈ തണലിൽ തന്നെ വെക്കാം നമുക്ക് വണ്ടി. ന്യൂട്രലിട്ട് ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തി. ഓട്ടോ സ്റ്റോപ്പ് സിസ്റ്റത്തിൻ്റെ വാണിങ് നമുക്കിപ്പോൾ കാണാം. ആദ്യം കത്തി കിടക്കുകയായിരുന്നു ഓട്ടത്തിൽ, കൊണ്ട് നിർത്തിയപ്പോൾ അത് മിന്നാൻ തുടങ്ങി. ജസ്റ്റ് നോക്കിക്കോ, ന്യൂട്രലാണ്, ന്യൂട്രൽ ഗിയറിലാണ്. ആക്സിലേറ്റർ കൊടുത്തു, വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നോളജി. നമുക്ക് സ്കൂട്ടറിൽ നേരത്തെ ആക്റ്റീവ് 125 ഇത് കിട്ടുന്നുണ്ടായിരുന്നു, ഡിയോ 125 കിട്ടുന്നുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം വന്നിട്ട് ഈ സെയിം തന്നെ രീതിയിലാണ്. പക്ഷേ ഇതൊരു ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഗിയറിൽ നിർത്തുമ്പോൾ വർക്ക് ആകുമോ എന്നുള്ളൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ന്യൂട്രൽ കൊണ്ട് നിർത്തുന്ന സമയത്താണ് ഈ ഒരു ടെക്നോളജി നമുക്ക് വർക്ക് ആകുന്നത്. പിന്നെ ഇതിലൊരു ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഹോണ്ട കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിൻ്റെ വേരിയൻ്റ്, നമ്മളിപ്പോൾ ഇരിക്കുന്ന ടോപ്പിൻ്റെ വേരിയൻ്റാണ്. ഇതിന് 2 വേരിയൻ്റാണ് വരുന്നത്. ഡിസ്ക് വിത്ത് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയും അതുപോലെ തന്നെ അലോയ് വണ്ടി, അതായത് ഡിസ്ക് ബ്രേക്ക് വരാത്ത ഒരു മോഡലൂടെ നമുക്ക് വരുന്നുണ്ട്. അതിൽ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കിട്ടുന്നില്ല. ഇപ്പോൾ നിലവിൽ ഈ ഒറ്റ മോഡലാണ് നമുക്ക് ഇന്ത്യയിൽ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആക്റ്റീവ് ഇറങ്ങിയിട്ടുണ്ട്, ആക്റ്റീവ് 125 ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക് എച്ച് സ്മാർട്ട് മോഡലാണ് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഇപ്പം SP 125 ഇറങ്ങി, ഇതിൻ്റെ ഡിസ്ക് വേരിയൻ്റാണ് കിട്ടുന്നത്. SP 160 ഇറങ്ങി, അതിൻ്റെ 2 മോഡലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അതുകൂടാതെ ഏറ്റവും പുതുതായിട്ട് ഇപ്പം ലിവോയോടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവോയ്ക്ക് വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു മീറ്റർ കൺസോൾ മാറ്റി പുതിയ ഗ്രാഫിക്സ് വന്നു. മീറ്റർ കൺസോൾ നമുക്ക് SP 125 കിട്ടിയ ആ ഒരു മീറ്റർ കൺസോൾ എടുത്തിട്ട് ലിവോയിൽ കൊടുത്തു. SP 125നും 160ക്കും ഈ സെയിം മീറ്ററും ഹോണ്ട കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മീറ്ററിൻ്റെ ഒരു അപ്ഡേഷൻ. അതായത് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞാൻ കണ്ടത്. ബാക്കിയുള്ള റിവ്യൂവിൽ നമുക്ക് നോക്കാം. നമ്മൾ ഈ കാണുന്ന പോലെയാണ് ഇതിൻ്റെ നാവിഗേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ കണ്ടില്ല, നാവിഗേഷനും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തു. ജസ്റ്റ് ഒരു ചുമ്മാ ഒരു പ്ലേസ് സെർച്ച് ചെയ്തിട്ട് അത് കൊടുത്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂയിങ് സെറ്റപ്പ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നാവിഗേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിലാണ് വരുന്നത്. നമുക്ക് ഈ ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിഗ്നൽ നമുക്ക് നോർമലിൽ വണ്ടികളിൽ കാണിക്കുന്ന പോലെ ഒരു സിഗ്നൽ ഏത് ഭാഗത്ത് വരുമ്പോഴാണ് നമ്മൾ ടേൺ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒരു സിഗ്നൽ ഞാൻ ജസ്റ്റ് ഒരു സ്ഥലം സെർച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് നാവിഗേഷൻ്റെ കാര്യം വരുന്നത്. പിന്നെ എനിക്ക് 5 അടുപ്പിച്ചാണ് ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ഈസിയായിട്ട് കാല് നിലത്ത് കുത്തി നിൽക്കുന്ന പോലെയാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റും കാര്യങ്ങളും ഹോണ്ട സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഹോണ്ട ഒരു കോംപ്രമൈസ്, അതായത് പഴയ വണ്ടിയിൽ നിന്ന് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. ഇപ്പോൾ കാണുന്ന പോലെ ഇനി 300 മീറ്ററിനുള്ളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോകേണ്ട വഴിയിൽ ആര് കാണിച്ചിരിക്കുന്നത്. നമുക്കൊരു 300 മീറ്റർ കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന ആ വഴി നമുക്കിതിൽ ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നാവിഗേഷൻ്റെ ആ ഒരു സെറ്റപ്പ്, അതായത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്ന ആ ഒരു സെറ്റപ്പ് ഹോണ്ട ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കാൻ സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വണ്ടി ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇവിടെ നമ്മളൊരു കട്ടിംഗ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് കിടക്കാൻ, ഇനി ഇവിടുന്ന് റൈറ്റിലോട്ട് പോകാനാണ് കാണിക്കുന്നത്. നമുക്ക് റൈറ്റിലോട്ട്
അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു നാവിഗേഷൻ്റെ ഉള്ളൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓണാക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടുവരുന്ന എല്ലാ അപ്ഡേഷനും കിട്ടുന്നതാണ്. അതുകൂടാതെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് കോന്നിലെ മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. ഇനി വരുന്ന എല്ലാ അപ്ഡേഷൻസും കാര്യങ്ങളും ഇതുപോലെ നമ്മുടെ ചാനലിൽ ഞാൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.